സോ ആദ്യത്തെ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തത്? പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്, വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു, ഞാൻ ഇനി എന്തിലേക്ക് പോകും എന്ന്. പക്ഷെ ഒന്ന് ഉറപ്പായിരുന്നു, മെഡിസിൻ ഫീൽഡ്. പക്ഷെ നാട്ടിൽ ഞാനിപ്പോൾ MBBS അല്ല നഴ്സിംഗ് ചെയ്യണമെങ്കിൽ അതിന്റെ പോസ്റ്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജർമ്മനി നമുക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇതൊരു 3 ഇയർ നഴ്സിംഗ് പ്രോഗ്രാമാണ്. നഴ്സിംഗ് മാത്രമല്ല, മറ്റ് പല കോഴ്സുകളുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. എനിക്ക് മെഡിസിൻ ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തു. ഒരു 3 ഇയർ പ്രോഗ്രാം വിത്ത് സ്റ്റൈഫൻഡ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം 10 lakhs 12 lakhs ഒക്കെ കൊടുത്താണ് പഠിക്കുന്നത്. പക്ഷെ ജർമ്മനി നമുക്ക് പെർ മന്ത് 1 lakh നമ്മുടെ നാട്ടിലെ മണി പറയുന്നത് 1 lakh വരുന്ന സ്റ്റൈഫൻഡ് തന്നാണ് നമ്മളെ ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേരൻസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റും. EduFlair, education driven by passion.